السلام عليكم ورحمة الله تعالى وبركاته. بسم الله الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. ആദരണീയ വ്യക്തിത്വങ്ങളെ, സദസ്സ് സംബന്ധമാക്കിയ ശ്രോതാക്കളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഗമനത്തെ അനുസ്മരിച്ച് മണ്ണിലും വിണ്ണിലും ഹർഷമാരി പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അസുലഭ മുഹൂർത്തത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമാധാന സന്ദേശത്തെ നിങ്ങൾക്ക് മുമ്പേ അവതരിപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നാം ജീവിക്കുന്ന വർത്തമാന യുഗത്തിൽ വിശുദ്ധ ഖുർആനെയും തിരുജീവിതത്തെയും വികലമായി ചിത്രീകരിച്ച് അതുവഴി ഇസ്ലാമിനെ താറടിച്ചു കാണിക്കാനുള്ള ശ്രമങ്ങൾ നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ്. കാലാതിവർത്തിയായ ഇസ്ലാമിക ആദർശങ്ങളെ നേർക്കുനേർ സമീപിക്കാൻ സാധിക്കില്ലെന്ന ബോധ്യത്തിൽ നിന്നാണ് ഇസ്ലാമിനെ ഭീകരമതമായി ചിത്രീകരിക്കാനുള്ള കുൽസിത ശ്രമങ്ങൾ ഉണ്ടാകുന്നത്. ഭരണകൂടങ്ങളും മീഡിയയും ഇസ്ലാമിനെതിരെ വേട്ടക്കാരന്റെ വേഷമണിയുമ്പോൾ പ്രവാചക ജീവിതത്തിലെ തുറന്നുവെച്ച ഏടുകളിൽ നിന്ന് സമാധാനത്തിന്റെ വിശുദ്ധ പാഠങ്ങളെ നിങ്ങൾക്ക് മുമ്പേ അനാവരണം ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പരിശുദ്ധമായ ഇസ്ലാം പരിചയപ്പെടുത്തുന്ന അല്ലാഹു കാരുണ്യവാനും കൃപാലുവുമാണ്. ആ അല്ലാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ച് ഒരുപാട് വാഴ്ത്തലുകൾ വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അല്ലാഹുവിന്റെ ദൂതരായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാരുണ്യത്തിന്റെ പ്രതീകമായാണ് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. വിശുദ്ധ ഖുർആനിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാരുണ്യം പ്രശോഭിച്ചു നിൽക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫബിമാ റഹ്മത്തും മിനല്ലാഹി ലിൻത ലഹും. അല്ലാഹുവിന്റെ റഹ്മത്തായതുകൊണ്ട് തങ്ങൾ അവരോട് മയത്തിൽ പെരുമാറി. തങ്ങൾ പരുക്കൻ സ്വഭാവക്കാരനായിരുന്നുവെങ്കിൽ അവർ തങ്ങളെ അംഗീകരിക്കാതെ അകന്നു പോകുമായിരുന്നു. ഈ ആയത്തറിയിക്കുന്ന സന്ദേശം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമാധാനവും കാരുണ്യപൂർണവുമായ ജീവിതമാണ് ജനങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വരാനുള്ള കാരണം എന്നതാണ്. മാത്രമല്ല, നബിവചനങ്ങളിൽ പൊതുവെ ആദ്യമായി കൊണ്ട് പഠിപ്പിക്കപ്പെടുന്ന ഹദീസ് തന്നെ ലോകത്തിന് കാരുണ്യത്തിന്റെയും സമാധാനത്തിന്റെയും പ്രസക്തി ബോധ്യപ്പെടുത്തുന്നതാണ്. ഇർഹമു മൻ ഫിൽ അർളി യർഹമുകും മൻ ഫിസ് സമാ. നിങ്ങൾ ഭൂമിയിലുള്ളവർക്ക് കരുണ ചെയ്യുക, എന്നാൽ ആകാശത്തിന്റെ എല്ലാം അധിപനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് കരുണ ചെയ്യും. ഈ രൂപത്തിൽ കാരുണ്യം പഠിപ്പിക്കുന്ന പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അവിടുത്തെ പ്രത്യയ ശാസ്ത്രത്തെയും നാം എങ്ങനെയാണ് വികലമായി ചിത്രീകരിക്കുക? ഇസ്ലാമിൽ തീവ്രവാദം ആരോപിക്കുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇസ്ലാമിനെ പഠിക്കേണ്ടത് ശത്രുക്കൾ പടച്ചുവിടുന്ന ദുരാരോപണങ്ങളിൽ നിന്നോ ഊഹാപോഹങ്ങളിൽ നിന്നോ അല്ല, മറിച്ച് സുന്ദരവും സുതാര്യവും തുറന്നുവെച്ച പുസ്തകവുമായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്നാണ്. ആ ജീവിതത്തെ നാം പഠിക്കുമ്പോൾ അക്രമത്തിന്റെയോ പ്രതികാരത്തിന്റെയോ സാഹചര്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുക, മറിച്ച് കാരുണ്യത്തിന്റെയും സമാധാനത്തിന്റെയും വിശുദ്ധ പാഠങ്ങളാണ്. ഇതിന് ഒട്ടേറെ ഉദാഹരണങ്ങൾ നമുക്ക് ആ ജീവിതത്തിൽ കണ്ടെത്താൻ സാധിക്കും. തളർന്നു കിടക്കുമ്പോൾ തന്റെ ആയുധം കൈക്കലാക്കി തന്നെ വധിക്കാൻ ശ്രമിച്ച അയ്റാബിക്ക് പോലും പ്രതികാരത്തിന് അവസരം ലഭിച്ചപ്പോൾ മാപ്പ് നൽകിയ ചരിത്രമാണ് നമുക്ക് ആ ജീവിതത്തിൽ കണ്ടെത്താൻ സാധിക്കുക. ഇങ്ങനെ ഈ രൂപത്തിൽ കാരുണ്യം പഠിപ്പിക്കുന്ന പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അവിടുത്തെ പ്രത്യയ ശാസ്ത്രത്തെയും പുറമെ നിന്ന് വീക്ഷിക്കുന്നവർ മനസ്സിലാക്കേണ്ട ഒന്നുണ്ട്. അധികാരത്തിന്റെ ബലത്തിൽ അസഹിഷ്ണുത പ്രകടിപ്പിക്കുന്ന ഭരണകൂടങ്ങൾ നിലനിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ തന്നെയാണ് നാം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹിഷ്ണുത സംബന്ധമായ ഭരണാധിപ ജീവിതത്തെ അയവിറക്കേണ്ടത്. ദീർഘകാലത്തെ തന്റെ പ്രബോധന നിമിത്തം മദീനയും സമീപ പ്രദേശങ്ങളും ഇസ്ലാമിന് കീഴിൽ വന്ന ശേഷം
തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് നടത്തിയ ജൈത്രയാത്ര കാരുണ്യത്തിന്റെയും സമാധാനത്തിന്റെയും വിശുദ്ധ പാഠങ്ങളാണ് ലോകത്തിന് സമ്മാനിച്ചത്. മക്കയൊന്നാകെ കീഴ്പ്പെടുത്തപ്പെട്ട ശേഷം തങ്ങളുടെ ഭാവി എന്തെന്നറിയാതെ ഭയവിഹ്വലരായി നിൽക്കുന്ന അവിശ്വാസി സമൂഹത്തോട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതികരണം മാനവികതയുടെ മഹാമാനത്തെ പുതിയ അധ്യായങ്ങളാണ് എഴുതി ചേർത്തത്. തന്റെ മുമ്പിൽ നിൽക്കുന്ന അവിശ്വാസികളോട് ഇദ്ഹബൂ അൻതുമുത് തുലഖാ, നിങ്ങൾക്ക് പോകാം, നിങ്ങൾ സ്വതന്ത്രരാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുപോലെ തന്നെ വിമർശകർ ഏറെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഇസ്ലാമിലെ യുദ്ധങ്ങളുടെ പശ്ചാത്തലം എടുത്തു പരിശോധിച്ചാൽ തന്നെ നമുക്ക് ബോധ്യപ്പെടും ഇസ്ലാം എത്രമാത്രം സമാധാനം നിറഞ്ഞതാണെന്ന്. ഏറെ അനിവാര്യ ഘട്ടങ്ങളിൽ നടത്തിയ യുദ്ധങ്ങളിൽ പോലും മാനവികതയുടെ ദർശനങ്ങൾ മാത്രമാണ് കണ്ടെത്താൻ സാധിക്കുക. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നടന്ന ആകെ 74 യുദ്ധങ്ങളിൽ 1018 പേരാണ് ഇരുപക്ഷത്തു നിന്നുമായി വധിക്കപ്പെട്ടത്. ഇങ്ങനെ നാം ചരിത്രത്തിന്റെ ഓളങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ ശാന്തിയുടെ ദർശനങ്ങൾ മാത്രമാണ് പ്രവാചക ജീവിതത്തിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കുക. അത്തരം ചരിത്രങ്ങളിലേക്ക് വെളിച്ചം വീശാൻ ഇത്തരം നബിദിന സദസ്സുകൾ കാരണമാകട്ടെ എന്ന് ആശിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.